എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വരാറുള്ള പല പുരുഷന്മാരുടെയും ഒരു പരാതി, ലൈംഗിക ബന്ധത്തിന് മുമ്പ് കോണ്ടം ഇടാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവരുടെ ഉദ്ധാരണം നഷ്ടമാകുന്നു എന്നാണ്. നിങ്ങളും എപ്പോഴെങ്കിലും ഈ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുക്കയോ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കയോ ഒന്നും പോയി ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങളല്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ശരിയായ അറിവും സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിംഗും മാത്രം മതി. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. കോണ്ടം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ധാരണം നിലനിർത്താൻ സഹായിക്കുന്ന 5 വഴികൾ. നമ്പർ 1, നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. പല പുരുഷന്മാരും ചെറുപ്പത്തിൽ തന്നെ ഈ കോണ്ടം ഉപയോഗിച്ചുള്ള ലൈംഗിക ബന്ധം അത് അത്ര നല്ലതല്ലെന്നും അത് ശരിയായി പ്രവർത്തിക്കത്തില്ല എന്നുമൊക്കെ സ്വയം പറയാറുണ്ട്. ഇതിൽ യാതൊരു വാസ്തവുമില്ല. ഈ ഒരു ചിന്താഗതിയാണ് പിന്നീട് ഭാവിയിൽ നിങ്ങൾക്ക് കോണ്ടം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് ഉദ്ധാരണ പ്രശ്നത്തിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പം ഇവിടെ ആദ്യമേ ചെയ്യേണ്ടത്, ഈ കോണ്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈംഗിക ബന്ധം ഉഷാറാകത്തില്ല എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ആ കഥയെ മാറ്റി എഴുതുകയാണ് വേണ്ടത്. പല പുരുഷന്മാരും അവരുടെ പങ്കാളി നിർബന്ധിച്ചെങ്കിൽ മാത്രമേ കോണ്ടം ഉപയോഗിക്കാറുള്ളൂ. ഇത് വളരെ തെറ്റായിട്ടുള്ളതും ലൈംഗിക രോഗങ്ങൾ വിളിച്ചു വരുത്താൻ സാധ്യതയുള്ളതുമായിട്ടുമൊക്കെയുള്ള ഒരു മനോഭാവമാണ്. ഈ ഒരു മനോഭാവം ഇന്നും നമ്മളുടെ സമൂഹത്തിൽ സജീവമായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് കത്തോലിക്ക സഭ പോലെയുള്ള തീവ്ര മതസംഘടനകളാണ്. വൈദ്യശാസ്ത്രം പഠിച്ച ഡോക്ടർമാരെ ഉപയോഗിച്ചാണ് ഇവർ കോണ്ടത്തെ പറ്റിയുള്ള ഇല്ലാ കഥകളും നുണക്കഥകളും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത്. ഈ അടുത്ത കാലം വരെ കേരളത്തിലെ ഒരു വിഭാഗം കത്തോലിക്ക വിശ്വാസികളായ ഡോക്ടർമാർ പ്രചരിപ്പിച്ചിരുന്ന കഥയെന്ന് പറയുന്നത് ഈ കോണ്ടം ഉപയോഗിച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, കാരണം അതിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ HIV അണുക്കൾ നിങ്ങളുടെ ശരീരത്തെ പ്രവേശിക്കും എന്നായിരുന്നു. എന്നാൽ ഇത് സത്യവുമായിട്ടോ സയൻസുമായിട്ടോ ഒന്നും പുലബന്ധം പോലും ഇല്ലാത്ത കല്ല് വെച്ച നുണയായിരുന്നു. ശരിയായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അനാവശ്യ ഗർഭധാരണവും ലൈംഗിക രോഗങ്ങളുമൊക്കെ ഒരുപോലെ തടയുവാൻ സഹായിക്കുന്ന ഏറ്റവും വിശ്വസനീയമായ പ്രതിരോധ മാർഗമാണ് ഈ കോണ്ടം എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് വൈദ്യശാസ്ത്രം പഠിച്ച ഡോക്ടർമാർ ഈ തെണ്ടിത്തരം കാണിക്കുന്നത്? കാരണം ലൈംഗിക വിദ്യാഭ്യാസം ഇവർക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ലൈംഗികതയിൽ ഇവരുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നത് ശാസ്ത്രമല്ല, മറിച്ച് കൾച്ചറും മതവിശ്വാസങ്ങളും പുരുഷ മേധാവിത്വ സമൂഹവും ഒക്കെ നൂറ്റാണ്ടുകളായിട്ട് നിലനിർത്തിക്കൊണ്ടു പോരുന്ന കെട്ടുകഥകളാണ്. ഈ കോണ്ടത്തിൽ സുഷിരങ്ങളുണ്ടെന്നും അതിലൂടെ HIV അണുക്കൾ കടന്നു വരും എന്നുമൊക്കെയുള്ള നുണക്കഥ കത്തോലിക്കരുടെ ആസ്ഥാനമായ വത്തിക്കാന്റെ സൃഷ്ടിയായിരുന്നു. ഇതിനെതിരെ ലോകാരോഗ്യ സംഘടനയും സയന്റിഫിക് ബോഡീസും ഒക്കെ ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ട് പോലും ഇന്നും ലൈംഗികതയിൽ ഏറ്റവും അധികം കപടശാസ്ത്രവും കെട്ടുകഥകളും ഒക്കെ പ്രചരിപ്പിക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്നത് കത്തോലിക്കരുടെ ആസ്ഥാനമായ വത്തിക്കാൻ തന്നെയാണ്. കത്തോലിക്ക വിശ്വാസിയായ ഞാനും ഒരു കാലത്ത് ഈ ഡോക്ടർമാർ പ്രചരിപ്പിക്കുന്ന കെട്ടുകഥ വിശ്വസിക്കുകയും കോണ്ടം ഉപയോഗിക്കുന്നതിനെ ശക്തമായിട്ട് എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ഉപയോഗിക്കാതിരിക്കാൻ പല ന്യായീകരണങ്ങളും ഞാൻ നടത്തിയിട്ടുമുണ്ട്. എന്നാൽ പിന്നീട് ഞാൻ മനസ്സിലാക്കിയതുപോലെ ഈ കോണ്ടം ഉപയോഗിക്കുന്നത് എൻ്റെ ലൈംഗിക ശേഷിയോ ലൈംഗിക സുഖത്തെയോ ഒന്നും ഒരു രീതിയിലും ബാധിക്കുന്നില്ല എന്ന തിരിച്ചറിവ് വന്നതോടുകൂടെ ഇന്ന് കോണ്ടം ഉപയോഗിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ലാതായിട്ട് മാറി. മാത്രവുമല്ല, ഈ കോണ്ടം ഉപയോഗിച്ച് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ അനാവശ്യ ഗർഭധാരണത്തിൽ നിന്നും ലൈംഗിക രോഗങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് കോണ്ടം ഉപയോഗിച്ചും നിങ്ങളുടെ ഉദ്ധാരണം പൂർണ്ണമായിട്ട് നിലനിർത്താൻ കഴിയുമെന്നും ഒരു ആസ്വാദികരമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും എന്നുമൊക്കെ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. ഇനി നമ്പർ 2, നിങ്ങൾക്ക് അനുയോജ്യമായ കോണ്ടം കണ്ടെത്തുക. നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്തമായിട്ടുള്ള ശരീര വലിപ്പങ്ങളും രൂപങ്ങളും ഒക്കെയുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ചില കോണ്ടങ്ങൾ വളരെ നന്നായിട്ട് യോജിക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് ഒരു സുഖകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കോണ്ടമാണ് സുഖകരം എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം പരീക്ഷണങ്ങൾ നടത്തി കണ്ടുപിടിക്കേണ്ടത് വളരെ പ്രധാനമാണ്. സ്വയംഭോഗം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള കോണ്ടങ്ങൾ ഉപയോഗിച്ച് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വരകൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ കൂടുതൽ ഇഷ്ടം, ഏത് തരത്തിലുള്ള ലൂബ്രിക്കേഷനാണ് കൂടുതൽ നല്ലത് എന്നൊക്കെ പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ ചെയ്ത് പരിശീലിക്കുന്നത് വഴി പിന്നീട് നിങ്ങളൊരു ലൈംഗിക ബന്ധത്തിൽ കോണ്ടം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ധാരണം പൂർണ്ണമായിട്ടും നിലനിർത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പല പുരുഷന്മാരും ഡോക്ടർമാരും ഒന്നും ഇപ്പോഴും മനസ്സിലാക്കാത്ത ഒരു സത്യം, ഈ സ്വയംഭോഗം എന്ന് പറയുന്ന പ്രവൃത്തി, പ്രത്യേകിച്ചും പുരുഷന്മാർ കൈ ഉപയോഗിച്ച് ചെയ്യുന്ന സ്വയംഭോഗം, ഇത് ഭാവി ദാമ്പത്യ ബന്ധത്തിന് പ്രകൃതി പുരുഷന്മാർക്ക് നൽകുന്ന ഒരു പരിശീലനം കൂടിയാണ്. കാരണം ഈ കൈ ഉപയോഗിച്ച് ചെയ്യുന്ന സ്വയംഭോഗത്തിന്റെ
അതേ ടെക്നിക്ക് തന്നെയാണ് നിങ്ങൾ പങ്കാളിയുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോഴും ഉപയോഗിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവില്ലാത്ത ഒരു പറ്റം കിഴങ്ങന്മാരും കിഴങ്ങികളും ഒക്കെയാണ് സ്വയംഭോഗത്തെ പാപവും വൈകൃതവും അശ്ലീലവുമായിട്ടൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. സ്വയംഭോഗം പാപവും വൈകൃതവും അശ്ലീലവും ഒന്നുമല്ല എന്നും അതൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് എന്നും ഒക്കെയുള്ള ഒരു ശാസ്ത്രീയമായ തിരിച്ചറിവ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന പുരാതന ഭാരതവും കേരളവും ഒക്കെ. അതുകൊണ്ടാണ് സ്വയംഭോഗത്തെ സംസ്കൃതത്തിൽ ഹസ്തമൈഥുനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്, അതായത് കൈകൊണ്ട് ചെയ്യുന്ന സെക്സ്. ക്രിസ്ത്യാനികളെ പോലെ പുരാതന ഭാരതീയരും സ്വയംഭോഗത്തെ ഒരു പാപമായിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ അതിനെ വിശേഷിപ്പിക്കേണ്ടിയിരുന്നത് ഹസ്തമൈഥുനം എന്നല്ല, ഹസ്തദോഷം എന്നായിരുന്നേനെ. അപ്പോൾ ഈ കോണ്ടം ഉപയോഗിച്ച് പരിശീലിച്ച് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ കോണ്ടം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്പർ 3, തയ്യാറെടുപ്പ് നടത്തുക. നിങ്ങൾ ഒരു ലൈംഗിക ബന്ധത്തിന് സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോണ്ടം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ അത് എടുക്കാൻ എളുപ്പമുള്ള ഒരു സ്ഥലത്തുമായിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങളുടെ ബെഡിനരികിലുള്ള മേശപ്പുറത്തോ അല്ലെങ്കിൽ കയ്യെത്തും ദൂരത്തോ മാത്രമുള്ള തലയിണയ്ക്കടിയിലോ ഒക്കെ ആവാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ പൂർണ്ണ സമ്മതത്തോടുകൂടെ ആവണം. അങ്ങനെ തയ്യാറെടുക്കുന്നത് നിങ്ങൾക്ക് സമയമാകുമ്പോൾ കോണ്ടം തപ്പി നടക്കുന്നത് ഒഴിവാക്കുകയും ഉദാഹരണം നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് കോണ്ടം ധരിക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യും. ഇനി നമ്പർ 4, തിരക്ക് കൂട്ടരുത്. ഒരു സ്ത്രീ സെക്സ് ചെയ്യാൻ സമ്മതിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ ആവേശത്തിൽ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 5 സെക്കൻഡിനുള്ളിൽ കോണ്ടം ധരിച്ചിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. പല പുരുഷന്മാർക്കുമുള്ള ഒരു പേടി നിങ്ങൾ ഉടൻ തന്നെ സെക്സിൽ ഏർപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിമിഷം നഷ്ടമാകും എന്നാണ്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം അങ്ങനെ ചിന്തിക്കുന്നത് വഴി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു മാനസിക സമ്മർദ്ദത്തിലോട്ടേ അത് നയിക്കുകയുള്ളൂ. അങ്ങനെ അത് നിങ്ങളുടെ ഉദാഹരണത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ശാന്തമായിട്ട് സാവധാനത്തിൽ സമയമെടുത്ത് കോണ്ടം ധരിക്കാൻ ശ്രമിക്കുക. ഇനി പോയിന്റ് നമ്പർ 5, എക്സ്ട്രാ ഹാർഡ് ആയിരിക്കുക. ഇതാണ് അറിഞ്ഞിരിക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ കോണ്ടം ധരിക്കുന്നത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഏറ്റവും ശക്തമായ ഉദ്ധാരണ അവസ്ഥയിലായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ സഹായവും തേടാവുന്നതാണ്. അതിനുശേഷം പ്രവേശനം നടത്തുക. പക്ഷേ ആ ഒരു പ്രവേശനം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് കുറഞ്ഞത് 20 മുതൽ 40 മിനിറ്റ് വരെയെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു ഫോർ പ്ലേ വളരെ ആവശ്യമാണ്. കാരണം അതിലൂടെ മാത്രമേ നിങ്ങളുടെ പങ്കാളിക്കും ലൈംഗിക ബന്ധത്തിന് വേണ്ട ഒരു പൂർണ്ണ ഉത്തേജനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കോണ്ടം ധരിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ധാരണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അറിഞ്ഞിരിക്കേണ്ട 5 വഴികൾ. കോണ്ടം ഉപയോഗിച്ചുള്ള ഒരു ലൈംഗിക ബന്ധം യഥാർത്ഥത്തിൽ മനോഹരവും സുരക്ഷിതവും വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് എന്നുമൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ മനസ്സിലുള്ള കോണ്ടത്തെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണ നീക്കുവാനും ഈ 5 വഴികൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.